ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യത്തേത് ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതുപോലെ ഇലവീഴ പൂഞ്ചിറ, കൂടാതെ നായാട്ട്, ജോസഫ് എന്നീ പോലീസ് സ്റ്റോറികളുടെ കഥ പറയുന്ന ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായിട്ടുള്ള ഷാഹി കബീറിന്റെ അടുത്ത ഒരു സിനിമയുടെ അപ്ഡേറ്റ്സ് ആണ്. അദ്ദേഹത്തിന്റെ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ചിത്രമാണ് റോന്ത്. ഇപ്പോ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം 2021 ഇറങ്ങിയ കുഞ്ചാക്കോ ബോബൻ, അതുപോലെ ജോജു ജോർജ്, അതുപോലെ നിമിഷ സജയൻ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രത്തിലെത്തിയ നായാട്ട് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സിനിമയാക്കാനായി ഷാഹി കബീർ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. ഒന്നാം ഭാഗം തീർത്തും പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നെങ്കിൽ രണ്ടാം ഭാഗം അതേ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ മൂവി ആയിട്ട് ചിത്രീകരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. നായാട്ട് എന്ന ചിത്രം സംവിധാനം ചെയ്തത് മാർട്ടിൻ പ്രക്കാട്ടാണ്. ഷാഹി കബീറിന്റെ തിരക്കഥയിലെത്തിയ എല്ലാ സിനിമകളും ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട്. അടുത്തായി നമ്മൾ നോക്കുന്നത് സെൽവമണി സെൽവരാജിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന കാന്ത എന്ന തമിഴ് ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഒക്ടോബർ റിലീസായിട്ട് തിയേറ്ററുകളിൽ എത്തിക്കാനായിട്ടാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. അടുത്തായി നോക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് എത്തുന്ന കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിനെ കുറിച്ച് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം മാർക്കോയിലെ വില്ലനായിട്ടുള്ള ജഗദീഷിന്റെ മാർക്കോയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ടോണി ഐസക് എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു മാർക്കോയിൽ ജഗദീഷ് അവതരിപ്പിച്ചത്. കാട്ടാളൻ എന്ന ഈ ചിത്രത്തിലും ജഗദീഷ് ഒരു പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇൻ ഹരിഹർ നഗറിലെ ജഗദീഷും അതുപോലെ വന്ദനത്തിലെ ജഗദീഷിനെയും ഒക്കെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ജഗദീഷ് ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറുകൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്യാരക്ടറാണ്. ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം പല സിനിമകളിലായി ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് 2024-ലും 2025-ലുമായി അദ്ദേഹത്തിൻ്റെതായി എത്തിയിട്ടുള്ള ചിത്രങ്ങൾ. 2024-ൽ പുറത്തിറങ്ങിയ മാർക്കോ, അതുപോലെ ARM, കൂടാതെ വാൾ, അതുപോലെ അബ്രഹാം ഓസ്ലർ, കൂടാതെ ഗുരുവായൂർ അമ്പലനടയിൽ, ഈ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ഈ പറഞ്ഞ സിനിമകളിൽ ചിലതിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ടും മാർക്കോ പോലുള്ള സിനിമകൾ അതിക്രൂരനായിട്ടുള്ള വില്ലനായിട്ടാണ് ജഗദീഷ് എത്തിയിട്ടുള്ളത്. 2025-ൽ കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ നിസ്സഹായനായിട്ടുള്ള ഒരു പിതാവായിട്ടാണ് ജഗദീഷിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. ജഗദീഷ് എന്ന നടന്റെ അഭിനയ മികവ് നമ്മൾ ഇനി പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല. കാട്ടാളൻ എന്ന ഈ ചിത്രത്തെ കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ തലത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ക്യാരക്ടർ ചൂസിങ്ങും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡുകളുമാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ആന്റണി വർഗീസ് പെപ്പയുടെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കാം കാട്ടാളൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമ അപ്ഡേറ്റ്സുകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.